നമസ്കാരം, ചാനൽ 91 ന്യൂസിലേക്ക് സ്വാഗതം. ദേശീയ സംസ്ഥാന പാതകളിലെ ദുരിതം ഇന്നും ഇന്നലെയും ഒന്നും തുടങ്ങിയതല്ല. പക്ഷേ മോട്ടോർ വാഹനങ്ങൾ അനുനിമിഷം പെരുകുകയും പ്രളയവും വെള്ളപ്പൊക്കവും തുടർക്കഥയാകുകയും ചെയ്യുന്ന കേരളത്തിൽ റോഡുകളുടെ സ്ഥിതി ഓരോ ദിവസവും ഗുരുതരമാകുകയാണ്. കരാറുകാരുടെയും കരാർ കമ്പനികളുടെയും തട്ടിപ്പുകളും അനാസ്ഥകളും ഒരു വശത്ത്, ഉദ്യോഗസ്ഥരുടെ പിടിപ്പുകേട് മറുവശത്ത്, ജനപ്രതിനിധികളുടെ ഇടപെടലിന്റെ കുറവ് വേറെയും. ഇതെല്ലാം ചേരുമ്പോൾ മഴയെത്തും മുൻപേ റോഡുകൾ തകർന്നടിയും. ഇനി പണി പൂർത്തിയായാലോ? പിന്നെയും പണികൾ ബാക്കിയുമുണ്ടാകും. രാജ്യത്തിന്റെ അഭിമാനമായി വിശേഷിപ്പിക്കപ്പെട്ട തുരങ്കപാതയായ കുതിരാൻ ഉൾപ്പെടുന്ന സംസ്ഥാനത്തെ ആദ്യ 6 വരിപ്പാതയായ വടക്കാഞ്ചേരി മണ്ണുത്തി പാതയ്ക്ക് ദേശീയപാത അതോറിറ്റി നിർമ്മാണ പൂർത്തീകരണ സർട്ടിഫിക്കറ്റ് നൽകി എങ്കിലും പണികൾ നിരവധി ഇപ്പോഴും ബാക്കിയാണ്. സർവീസ് റോഡുകളുടെ നിർമ്മാണം പൂർത്തിയാക്കാതെയും ചില ബസ് സ്റ്റോപ്പുകളിൽ ബസ് കാത്തിരിപ്പ് കേന്ദ്രം നിർമ്മിക്കാതെയുമാണ് ഇവിടെ സർട്ടിഫിക്കറ്റ് നൽകിയിരിക്കുന്നത്. കരാറിലുള്ള ലോറി പാർക്കിംഗ്, തെരുവു വിളക്കുകൾ, സുരക്ഷാ സംവിധാനങ്ങൾ, സൂചനാ ബോർഡുകൾ തുടങ്ങിയ പണികൾ എല്ലാം അവിടെ ബാക്കി. അഴുക്കുചാൽ ശാസ്ത്രീയമായി നിർമ്മിക്കാതെയും വെള്ളക്കെട്ട് ഒഴിവാക്കാനുള്ള പണികൾ നടത്താതെയും നിർമ്മാണം പൂർത്തിയാക്കിയതിലും പ്രതിഷേധമുണ്ട്. മണ്ണെടുത്ത സ്ഥലങ്ങളിൽ സുരക്ഷാ മതിൽ പണിതിട്ടില്ല. നിർമ്മാണത്തിലെ കാലതാമസവും അശാസ്ത്രീയതയും കരാർ കമ്പനിയുടെ സാമ്പത്തിക പ്രതിസന്ധിയും സ്ഥലം ഏറ്റെടുപ്പിലെ തർക്കങ്ങളും അടക്കമുള്ള നിരവധി പ്രതിസന്ധികളെ തുടർന്ന് മുടന്തി നീങ്ങിയ റോഡ് നിർമ്മാണത്തിന് 1.5 പതിറ്റാണ്ടോടെയാണ് ഒരു പൂർത്തീകരണ സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നത്. നിർമ്മാണത്തിലെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് നിരവധി സമരങ്ങളും പ്രതിഷേധങ്ങളും ഉണ്ടായിരുന്നു. മണ്ണിടിച്ചിലടക്കം നിരവധി സുരക്ഷാ പ്രശ്നങ്ങളും ഉയർന്നു. അപകടങ്ങളും ഗതാഗത കുരുക്കും തുടർക്കഥയായി. കുതിരാൻ തുരങ്കമുഖത്ത് മലയിൽ നിന്ന് ജീവികൾ താഴേക്ക് വീഴാതിരിക്കുന്നതിന് വേണ്ടി സുരക്ഷാ വേലി പണിതിട്ടില്ല. കുതിരാൻ മലയുടെ മുകളിലെ മഴവെള്ളം ഒഴുകാൻ നീർച്ചാൽ നിർമ്മാണം തുടങ്ങാനുമായില്ല. ടണലിനുള്ളിലെ വൈദ്യുതി സുരക്ഷാ സംവിധാനങ്ങൾ ഇപ്പോഴും പൂർണ്ണ സജ്ജമല്ല. വാണിയമ്പാറയിൽ സർവീസ് റോഡും മുല്ലക്കര ഫുട് ഓവർ ബ്രിഡ്ജ് പണിയും ബാക്കിയാണ്. പാറ പൊട്ടിച്ചപ്പോൾ കേടുവന്ന വീടുകൾക്കുള്ള നഷ്ടപരിഹാര തുക വിതരണവും പൂർത്തിയായിട്ടില്ല. ഇതെല്ലാം ഉണ്ടായിട്ടും പൂർത്തീകരണ സർട്ടിഫിക്കറ്റ് ലഭിച്ചിരിക്കുന്നു. ഇവിടെ പരസ്പരം ഒത്തുതീർപ്പ് നടത്തുന്നത് ദേശീയപാത അതോറിറ്റിയോ അതോ കരാർ കമ്പനിയാണോ? വഴി നിറയെ കുഴിയാണെങ്കിലും അതിനു മീതെ ചീറിപ്പായുകയാണ് സ്വകാര്യ ബസ്സുകൾ. കോഴിക്കോട് കുറ്റിപ്പുറം ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സുകളാണെങ്കിൽ കുന്നംകുളം ഗുരുവായൂർ ബസ്സുകളെയും കടത്തിവിട്ടുന്ന രീതിയിലാണ്. 2 വരി മാത്രമുള്ള മഴുവഞ്ചേരി മുതൽ ചൂണ്ടൽ വരെയുള്ള പാതയിൽ കുത്തിക്കയറ്റി ബസ്സുകൾ മുന്നിലെത്തുമ്പോൾ ഇരുചക്ര വാഹനത്തിലെ യാത്രക്കാർ ശ്വാസമടക്കി നിൽക്കേണ്ടി വരികയാണ്. സമയത്തിന് ഓടി എത്താനാകുന്നില്ല എങ്കിലും വാഹനങ്ങളുടെ അറ്റകുറ്റപ്പണികൾക്ക് വലിയ സംഖ്യയാണ് ചെലവഴിക്കേണ്ടി വരുന്നത് എന്നാണ് ബസ് ഉടമകളുടെ പരാതി. സംസ്ഥാന പാതയാണെങ്കിലും 15 വർഷത്തിലേറെയായി റീടാറിംഗ് ഒന്നും തന്നെ നടന്നിട്ടില്ല. ജംഗ്ഷനുകളിലും വികസനം നടക്കും എന്ന വാഗ്ദാനത്തിന് പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. 9 വർഷം മുമ്പ് ഉദ്ഘാടനം ചെയ്ത ബസ് സ്റ്റാൻഡുകൾ പോലും നോക്കുകുത്തിയാകുകയാണ്. പണം കിട്ടിയാലും നിർമ്മാണം പൂർത്തിയാക്കാൻ പൊതുമരാമത്ത് വകുപ്പിന് കഴിയുന്നില്ല. ഈ റോഡിന്റെ ദൈർഘ്യം അനുസരിച്ച് തുകകൾ അനുവദിക്കുന്നുണ്ട് എങ്കിലും പ്രവൃത്തി ആരംഭിച്ചത് ദീർഘകാലങ്ങൾക്ക് ശേഷമാണ്. ഒടുവിൽ പ്രീ മൺസൂൺ പ്രവർത്തികൾക്ക് ഭരണാനുമതി നൽകിയത് പകുതിയിലേറെ തുകയും. പക്ഷേ എല്ലായിടത്തും റോഡ് ഇപ്പോഴും കുളം തന്നെയായി തുടരുകയാണ്.